ആൽഗോരിതം വഴി അവരുടെ ചിന്തകളെ സ്വാധീനിക്കുക. അതാണ് ഇനി RSSന് മുമ്പിലുള്ള ഏറ്റവും വലിയ ക്രൈസിസ്, ചലഞ്ച് എന്ന് പറയുന്നതാണ്. അത് നടക്കുമോ ഇല്ലയോ എന്നറിയില്ല. അപ്പോൾ അതാണ് എന്ത് പറയുന്നത്, RSS ചീഫ് പറയുന്നത്, മോദി പറയുന്നു, അതാണ്. മോദി അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞിരിക്കുന്നു. 2-3 വീഡിയോ ഒക്കെ ചെയ്തിരിക്കുന്നു. പക്ഷേ ഈ വീഡിയോകളുടെ ഒരു പ്രശ്നം, അദ്ദേഹം സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ തിരിച്ച് നല്ല രീതിയിൽ റോസ്റ്റ് കിട്ടുവാണ് അദ്ദേഹത്തിന്. ചെറിയ കുട്ടികൾ, 3-4 വയസ്സുള്ള കുട്ടികൾ വന്നിട്ട് മോദിജി ഫോൺ അങ്ങനെയല്ല പിടിക്കേണ്ടത്, താഴ്ത്തി പിടിക്കൂ, മൂക്ക് കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരിച്ച് പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ജന്തർ മന്ദറിൽ പ്രൊട്ടസ്റ്റ് കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ തന്നെ പറഞ്ഞു, ഇനി അടുത്ത ലക്ഷ്യം ഇൻസ്റ്റാഗ്രാം ആയിരിക്കുന്നു. ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്ത എന്താണ്? ഇൻസ്റ്റാഗ്രാമിലെ അഭിനവ് ബിഷ്ട് എന്ന് പറഞ്ഞൊരു ചെക്കൻ, അവന് 18-20 വയസ്സേ ഉണ്ടാവുള്ളൂ. അവൻ ഭയങ്കരമായി ഹീറോയായി. അവനെന്തോ 10-15,000 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ജന്തർ മന്ദർ പ്രൊട്ടസ്റ്റ് കഴിഞ്ഞപ്പോൾ 6 ലക്ഷം മറ്റോ ആയിട്ടുണ്ട്. അവൻ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ കണ്ടൻറ്റേ അല്ല അവൻ ചെയ്യുന്നത്, ഭയങ്കര രസകരമായ കണ്ടൻറ്റുകൾ ചെയ്യുന്നൊരു പയ്യനാണ്. അതിൻ്റെ രസം എന്ന് വെച്ചാൽ മേരി മെഹബൂബ് ഖയാമത്ത് ഹോയി എന്ന് പറഞ്ഞൊരു പഴയൊരു ഗസലുണ്ട്, വളരെ സാഡ് സോങ് ആണ്. അതിൻ്റെ ഒരു റീമിക്സ് വേർഷൻ ഇവനും ഇവൻ്റെ കൂട്ടുകാരും കൂടി ചെയ്ത് വലിയ തോതിൽ ഹിറ്റായി. മില്യൺ കണക്കിന് വ്യൂസ് ആയി, മില്യൺ കണക്കിന് ലൈക്സും ഷെയറൊക്കെ ആയിട്ടുണ്ട്. അതാണ് അവനെ ഹീറോ ആക്കി മാറ്റിയത്. അവൻ്റെ ഇൻസ്റ്റാഗ്രാം പൂട്ടിയിരിക്കുന്നു, സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അവനിന്ന് കരഞ്ഞുകൊണ്ട് വരും, എൻ്റെ ഇൻസ്റ്റാഗ്രാം തിരിച്ചു വരുന്ന വന്നേക്കാണ്. അവൻ വലിയൊരു പൊളിറ്റിക്കൽ അനിമലൊന്നുമല്ല, അവൻ രാഷ്ട്രീയം പറയുന്നതില്ല അവൻ്റെ റീലുകളിലൊന്നും. ജന്തർ മന്ദറിൽ പോകുന്നു, അവൻ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു, പക്ഷെ അവൻ ചെയ്യുന്നതെല്ലാം വളരെ ലഘുവായ എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അവൻ്റെ എന്തിനാണ് പൂട്ടിയത്? അപ്പോൾ നമുക്കറിയാം, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും എക്സ് അക്കൗണ്ടും പൂട്ട് ചെയ്യാൻ പലവട്ടം ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റ ഒന്ന് എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിലൊരു കണ്ടൻറ്റിൽ ബഹുഭൂരിഭാഗവും മോദിയെ ചീത്ത വിളിക്കുന്ന കണ്ടൻറ്റുകളാണ്. പിന്നെ ധർമ്മേന്ദ്ര പ്രധാനെതിരെ കണ്ടൻറ്റാണ്, ജന്തർ മന്ദർ പ്രൊട്ടസ്റ്റിൻ്റെ കണ്ടൻറ്റുകളാണ്. ഇനി അടുത്തത് അതിൽ രസകരമായ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ വരുന്ന റീലുള്ള രസമുണ്ട്, എന്താ, ഹലോ നിതിൻ ഗഡ്കരി, ഹൗ ആർ യു, നെക്സ്റ്റ് താങ്കളാണ്. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആവുന്നത് E20 പെട്രോളാണ്. അപ്പോൾ ഇത് ഇവിടെ നിൽക്കുന്നില്ല, ഇവിടെ നിൽക്കാൻ പോകുന്നില്ല. ഇത് വളരെ ഓർഗാനിക്കായിട്ട് യുവസമൂഹത്തിൽ നിന്ന് ഈ സാധനം ഉണർന്നു വരും. ഇപ്പോൾ E20 ആണ് ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വരുന്നതെങ്കിൽ അതിൽ ഈ ജെൻസി മാത്രമല്ല, മുതിർന്ന തലമുറയുണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റ തന്നെ നോക്കുകയാണെങ്കിൽ മുതിർന്ന ആൾ, കുറേ കൂടി മുതിർന്ന ആൾ പോലും E20 പെട്രോളിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് ഉള്ള റീലുകൾ ധാരാളമായി വരുന്നുണ്ട്. അപ്പോൾ ഭരണകൂടം അത് ഭയക്കുന്നുണ്ട്. ജെൻസി ആണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. ഇനി E20യുടെ മൂവ്മെൻറ്റ് കൂടി അതിൽ ജെൻസിയിൽ നിന്നായിരിക്കും വരുന്നുണ്ടാവുക എന്നുള്ള ഭയക്കുന്നുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അത് കൃത്യമായി അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന അക്കൗണ്ട് സസ്പെൻഷൻ നടക്കുന്നത്. തീർച്ചയായിട്ടും അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യും. അതിലും ഗൗരവമുള്ള കാര്യം അതല്ല. ഇപ്പോൾ CJPയുമായിട്ടുള്ള ഒത്തുതീർപ്പ് ചർച്ചയിൽ ഗവൺമെൻറ് അവർക്ക് കൊടുത്ത ഉറപ്പ് എന്താണെന്ന് വെച്ചാൽ, വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കില്ല എന്നുള്ളതാണ്. എടുത്ത കേസുകൾ പിൻവലിക്കുമെന്നുള്ള ഉറപ്പ് കൊടുത്തിരുന്നു. പക്ഷേ റിട്ടേൺ ആയിട്ട് എഴുതി കൊടുത്തിട്ടില്ല. റിട്ടേൺ എഴുതി കൊടുത്തിട്ടുണ്ട്, വാക്കാൽ കൊടുത്ത ഉറപ്പാണ്. ആ വാക്കാൽ കൊടുത്ത ഉറപ്പിൻ്റെ പുറത്താണ് ഈ പറയുന്ന CJP ലീഡേഴ്സ് ഈ സമരം പിൻവലിച്ചത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് അസം, ബീഹാർ, UP ഈ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേസെടുക്കരുത് എന്ന് ഉറപ്പ് കൊടുത്തിട്ട് കേസെടുക്കുക എന്ന് പറഞ്ഞാൽ, ഇനി നിങ്ങൾ ഇറങ്ങി കളിക്കരുത്, ഇനി നിങ്ങൾ സമരവുമായി വരരുത്, നിങ്ങളുടെ പണി കിട്ടും, നിങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടില്ല, നിങ്ങൾക്ക് ജോലി കിട്ടില്ല, നിങ്ങൾക്ക് വിദേശത്ത് പഠിക്കാൻ പോകാൻ പറ്റില്ല എന്നുള്ള ഭീഷണിയാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, എന്ത് അർത്ഥത്തിലാണ്, എങ്ങനെയാണ് ഒരു ഒത്തുതീർപ്പ് ചർച്ച? ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചെന്നുള്ളത് ശരിയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചപ്പോൾ തന്നെ ഈ കൊടുത്ത ഉറപ്പുകൾ ഈ സർക്കാർ പാലിക്കുമെന്ന് ഇവർ വിശ്വസിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ? ഇപ്പോൾ ഇന്ന് CJPയുടെ വക്താവ് സൗരവ്ദാസ് പറയുന്നുണ്ട്, ചൊവ്വാഴ്ച, അതായത് നാളെ ഞങ്ങൾക്ക് ഇത് റിട്ടേൺ എഴുതി നൽകണം, ഈ ഉറപ്പ് എഴുതി നൽകണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ചെയ്യുമെന്നാണ് പ്രതീക്ഷ എന്നാണ്. ഒരു ചെയ്യലും ഉണ്ടാവില്ല. അതായത് ഈ സമരത്തെ ഏത് വിധേനയും ഇനി ഒരു സമരം ഉണ്ടാവാത്ത രീതിയിൽ അടിച്ചമർത്തുന്ന രീതിയിൽ ആ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ, ഈവൻ എത്രത്തോളം എന്ന് വെച്ചാൽ ഫേസ് ഡിറ്റക്റ്റിംഗ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച്, അത്തരം ക്യാമറകൾ ഉപയോഗിച്ച് ഈ സമരത്തിൽ പങ്കെടുത്ത ഓരോരുത്തരെയും തേടി പോലീസ് ചെല്ലും. ഓരോരുത്തരും തേടി ചെല്ലും. അത് ഏതെങ്കിലും തരത്തിലല്ല, അവരെ പേടിപ്പിച്ച് നിർത്താൻ വേണ്ടിയാണ്, ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് നിർത്തുക. ഇനി അവർ സമരത്തിന് ഇറങ്ങരുത് എന്നുള്ളതായിരിക്കും ഭരണകൂടത്തിൻ്റെ ലക്ഷ്യം. ഇനി സമരത്തിൽ പങ്കെടുത്ത മറ്റു ചിലർക്ക് നേരിട്ട അനുഭവങ്ങൾ കൂടി ഓർക്കും. ഇപ്പോൾ ജുനൈദ് എന്ന് പേരുള്ള ഒരാളുണ്ട്, അയാൾ UP കാരനാണ്. അപ്പോൾ ഈ ജന്തർ മന്ദർ പ്രൊട്ടസ്റ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട ഒരു കാര്യം, ഈ ജുനൈദ് എന്ന് പറഞ്ഞ മനുഷ്യനാണ് ഈ 10-35 ദിവസം തുടർച്ചയായിട്ട് ഇവർക്ക് ഭക്ഷണം കൊടുത്തത്. സമരക്കാർക്ക് ഭക്ഷണം കൊടുത്തത് അയാളാണ്. അയാളുടെ വീട്ടിൽ ചെന്ന് പോലീസ് റെയ്ഡ് നടത്തി, UP പോലീസ്. അയാളുടെ വീട്ടിൽ നിന്ന് രേഖ എടുത്തുകൊണ്ടുപോയി, ബാങ്ക് അക്കൗണ്ട് എടുത്തുകൊണ്ടുപോയി, ബാങ്ക് പാസ്ബുക്ക് എടുത്തുകൊണ്ട് വന്നു, പാസ്പോർട്ട് എടുത്തുകൊണ്ട് വന്നു, എല്ലാം എടുത്തുകൊണ്ടുപോയി ആളുടെ കസ്റ്റഡിയിൽ വെച്ചു. അയാളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് പോലീസ്. അങ്ങനെ വേട്ടയാടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഈ സമരവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ സർക്കാർ അടങ്ങിയിരിക്കുമെന്ന് നമ്മൾ കരുതണ്ട. ഈ സമരത്തെ ഏത് വിധേനയും കാരണം വെച്ചാൽ 12 വർഷത്തെ മോദി ഭരണത്തിൽ അവർക്കുണ്ടാകുന്ന ഏറ്റവും നാണം കെട്ട തിരിച്ചടിയാണത്. കർഷക സമരം തിരിച്ചടിയാകുന്നത് ശരിയാണ്, പക്ഷെ ഇതങ്ങനെയല്ല. അത്
ദീർഘനാൾ ആ സമരത്തെ പൊളിക്കാൻ വേണ്ടി പല ഹൈവേ കുഴിച്ച് കിടങ്ങുണ്ടാക്കുന്നു, ലാത്തി ചാർജ് നടത്തുന്നു. അവരെ കോവിഡ് സമയത്ത് പോലും ആ റോട്ടിൽ പട്ടിണിക്കിട്ട് അവരാ സമരത്തെ ഇല്ലാതാക്കാൻ നോക്കി. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് പച്ചയ്ക്ക് ആഗോള മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരു സമരം, അത് ജൻസി സമരം സർക്കാരിനെ മുട്ടുകുത്തിച്ചു. അതുണ്ടാക്കിയ നാണക്കേട് ചെറുതല്ല. ആ നാണക്കേടിൽ നിന്ന് പുറത്തു വരുന്നതിനപ്പുറം ഈ സർക്കാർ ചെയ്യുന്നത് ഇനി ഇങ്ങനെയൊരു സമരം ഉണ്ടാവരുത്, അതിന് ഏത് വിധേന അടിച്ചമർത്തുക എന്നുള്ളതാണ്. അതിന് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന നിയന്ത്രണങ്ങളാവട്ടെ, ഈ പറയുന്ന കേസുകളാവട്ടെ. അസമിലൊക്കെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്നറിയോ? ഇപ്പോൾ ഇന്നൊരു മലയാളി യൂട്യൂബർ അസമിൽ കാണാണ്ടായിരുന്നു 4 ദിവസം മുമ്പ്. അത് ഒഡീഷയിലാണ്. ഒഡീഷയാണോ? അസമിൽ നിന്നാണ് ലാസ്റ്റ് കോൺടാക്ട് ചെയ്തതെന്നാണ് പറയുന്നത്. അസമിൽ നിന്നാണ് അയാൾ വീട്ടിൽ. എന്നുവെച്ചാൽ അത് അസമിലൊക്കെ എന്തെങ്കിലും സംഭവിച്ച ഒരു മനുഷ്യന് അറിയുക പോലും ഇല്ല, ഒരു പത്രത്തിൽ വാർത്ത വരില്ല. അവിടെ എന്തായിരിക്കും പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളത് ആലോചിച്ച് നോക്കുക. ബീഹാറിൽ AK-47 എടുത്ത് വെടിവെച്ചു സമരക്കാർക്ക് നേരെ ഈ പ്രൊട്ടസ്റ്റിനിടയ്ക്ക്. ഈ ജന്തർ മന്ദറിൽ തന്നെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത് നമുക്കറിയാം. അപ്പോൾ ഈ ഭരണകൂടം അങ്ങനെ ഈ സമരത്തെ വളരാൻ അനുവദിക്കുകയോ ഇനി ഒരു പുതിയ സമരം ഉണ്ടാകുന്നത് നോക്കി നിൽക്കുകയോ ചെയ്യില്ല. അവരേത് വിധേനയും അത് തകർക്കാൻ ശ്രമിക്കും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, ഓർഗാനിക്കായിട്ട് ഈ എതിർപ്പുകൾ ഉയർന്നു വരും. ഇപ്പം നമ്മൾ വിചാരിക്കും ജന്തർ മന്ദർ കഴിഞ്ഞു, ഇനി അടുത്തത് എപ്പോൾ? അങ്ങനെ വിചാരിക്കേണ്ട. അങ്ങനെ അടുത്ത് ഉടനെ ഉണ്ടാവുകയല്ല ചെയ്യുക. സ്വാഭാവികമായി ഇപ്പോൾ CJP ഉണ്ടായതുപോലെ തന്നെ സ്വാഭാവികമായി പുതിയ പ്രശ്നങ്ങളിൽ സമരങ്ങൾ ഉയർന്നു വരിക തന്നെ ചെയ്യും. അത് അടുത്തത് നിതിൻ ഗഡ്കരി ആണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം സാമൂഹ്യ മാധ്യമങ്ങളുടെ കണ്ടന്റ് നമുക്ക് നോക്കിയറിയാം. ഇനി അടുത്ത അയാൾ തന്നെയാണ്. അത് എപ്പോൾ ഉയർന്നു വരും, ഇപ്പോൾ വരുമോ നാളെ വരുമോ എന്നുള്ളതല്ല. സ്വാഭാവികമായി വളരെ ഓർഗാനിക്കായിട്ട് അതൊരു മൂവ്മെൻറ്റായി മാറുക തന്നെ ചെയ്യും. ഭരണകൂടം നോക്കി നിൽക്കുകയൊന്നുമില്ല, ഭരണകൂടം വേട്ടയാടുകയും ചെയ്യും.